എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യത്തിൻ്റെ 4-ാമത്തെ സർഗത്തിലെ 75ഉം 76ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകത്തിലും ഉപജാതി വൃത്താണുള്ളത്. കാട്ടിൽ സന്ധ്യയാവാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ബലരാമൻ ശ്രീകൃഷ്ണന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങളിലും അതൊക്കെ തന്നെയാണ്. നമുക്കാദ്യം 75ാമത്തെ ശ്ലോകം നോക്കാം. ശതം ശതം വ്യോമനിബദ്ധമാലാ ശാത്കാരവാചാലവിലോലപക്ഷാ വ്രജന്തി ലക്ഷീകൃതവാസവൃക്ഷാ മനോജവാഃ പശ്യപതത്രിണോമി. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. ശതം ശതം വ്യോമനി ബദ്ധമാലാ ശാത്കാരവാചാലവിലോലപക്ഷാ വ്രജന്തി ലക്ഷീകൃതവാസവൃക്ഷാ മനോജവാ പശ്യ പദത്രിണ അമി. അവസാനത്തെ വരിയിൽ അവസാനത്തെ 2 വാക്കുകൾ മാത്രമേ സന്ധി ചേർന്നിരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒറ്റ വാക്കുകളാണ്. ഇവിടെ ബലരാമൻ ശ്രീകൃഷ്ണന് പക്ഷികളെ കാണിച്ചു കൊടുക്കുകയാണ്. അമി പദത്രിണ. പദത്രി എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. കാണുന്ന പക്ഷികളെ നോക്കൂ, ആകാശത്തേക്ക് നോക്കൂ. അവരിങ്ങനെ പറന്നു പോവാണ്. ആ പറന്നു പോക്ക് എങ്ങടാണ്? അവരവരുടെ വാസസ്ഥാനം തേടിയിട്ട് അവരവർ ചേക്കേറുന്ന അല്ലെങ്കിൽ അവരുടെ കൂടുകൾ ഏത് വൃക്ഷങ്ങളിലാണോ ഉള്ളത് ആ കൂടുകളിലേക്കാണ് സന്ധ്യ പറയുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പറന്നു പോണത്. അതാണ് വർണ്ണിക്കുന്നത്. അമീ പദത്രിണ, ഈ പക്ഷികൾ, വ്യോമനി, വ്യോമനി ആകാശത്തിൽ കൂടെ, ശതം ശതം ബദ്ധമാല. ശതം ശതം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പക്ഷികളെയൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. കുറേ അധികം ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ പരാമർശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശതം എന്നുള്ള വാക്ക് പറയാറുണ്ട്. 20 20ൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ പക്ഷികൾ, മൃഗങ്ങളൊക്കെ അതിൽ കൂടുതൽ 20ൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയാൻ വേണ്ടിയിട്ട് 100ഓളം എന്ന് പറയാറുണ്ട്. അതൊരു പ്രയോഗമാണ്. അപ്പോൾ ആ നൂറുകണക്കിന് അല്ലെങ്കിൽ അനവധി പക്ഷികൾ, ആ പക്ഷികൾ ഇങ്ങനെ പറക്കുകയാണ്. എങ്ങനെയാണ് പറക്കണത്? ബദ്ധമാല, മാല പോലെ നമുക്ക് കാണാൻ പറ്റും ആകാശത്തേക്ക് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് വെളുപ്പാങ്കാലങ്ങളിലും അതിൽ കൂടുതലായിട്ട് വൈകുന്നേരങ്ങളിലും. വെളുപ്പാങ്കാലത്തേക്കാൾ കൂടുതൽ വൈകുന്നേരങ്ങളിലാണ് കാണുക പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടി മാല പോലെ ആകാശത്ത് കൂടെ പറന്നു പോണത്. പിന്നെ കാണുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ പോകുമ്പോൾ മേഘങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പറക്കണ വേറൊരു കൂട്ടം പക്ഷികളെ കാണാറുണ്ട്. ഇത് പ്രത്യേകിച്ച് കൊക്കുകളെ പോലെയുള്ള പക്ഷികൾ ആകാശത്ത് കൂടെ ഇങ്ങനെ മാലയായിട്ട് പറന്നു പോകുന്നുണ്ട്. ആ പക്ഷികളൊക്കെ കൂടുകളിലേക്കാണ് പോണത്. അതാണ് ബദ്ധമാല എന്ന് പറഞ്ഞത്. മാത്രമല്ല ശാത്കാര വാചാല വിലോല പക്ഷ. ശാത്കാരം എന്ന് പറയുമ്പോൾ ഷ എന്ന പോലെ അങ്ങനെയുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ഇവയുടെ ചിറകടിയുടെ ശബ്ദമാണ്. ആ ശബ്ദത്തിനെയാണ് ശാത്കാരം എന്ന് പറയണത്. നമ്മൾ സാധാരണ ഭാഷയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിലൊക്കെ പറയണ ഓംകാരം എന്ന് പറയണത് ഓം എന്നുള്ള ശബ്ദത്തിനെയാണ് ഓംകാരം എന്ന് പറയണത്. അതുപോലെ ഝങ്കാരം, അതുപോലെ ഭാങ്കാരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ ഭാങ്കാരം എന്നൊക്കെ പറയുമ്പോൾ തീ കത്തുമ്പോൾ ഠേ എന്ന് പറഞ്ഞ് പൊട്ടണത്, ഭും എന്ന് പറഞ്ഞുള്ള ശബ്ദം ഉണ്ടാവുന്നത്, അതിനെയൊക്കെയാണ് ഭാങ്കാരം എന്ന് പറയുന്നത്. കർണാടക സംഗീതത്തിൽ ഝങ്കാരധ്വനി എന്നു പേരുള്ള ഒരു രാഗം തന്നെയുണ്ട്. അതെന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നതെന്നറിയില്ല. ഒരു രാഗത്തിൻ്റെ പേരായിട്ട് 72 മേളകർത്താ പട്ടികയിൽ കണ്ടിട്ടുണ്ട്. ഝ ച തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കിലുകിലെ എന്നുള്ള ശബ്ദങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിനെ സൂചിപ്പിക്കാനാണ് ഝങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ശാത്കാരം എന്ന് പറയുന്നത് ചിറക് വീശുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ശകാരം അല്ലെങ്കിൽ ഷ് എന്നുള്ളൊരു ശബ്ദം. ശകാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ശകാരമല്ല, ഷ എന്നുള്ള അക്ഷരത്തിൻ്റെ ഒച്ച, അതിങ്ങനെ കേൾക്കുന്നുണ്ട്. അവരുടെ ചിറകടി ഒച്ചയാണ് ശാത്കാരം എന്നുള്ളത് കൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ശാത്കാര വാചാലം, അതിങ്ങനെ കേൾക്കാവുന്ന രീതിയിൽ പക്ഷികൾ പറന്നു പോവാണ്. ശാത്കാര വാചാല വിലോലം. വിലോലം, പക്ഷികൾ പറക്കുമ്പോൾ ചിറകുകൾ അടിക്കാറുണ്ട്. ആ ചിറകിട്ടടിക്കുന്ന അടിക്കുന്ന പക്ഷങ്ങളോട് കൂടിയിട്ട് പറക്കാൻ വേണ്ടി ഇങ്ങനെ മുമ്പാക്കും പിന്നാക്കും ചലിപ്പിക്കുന്ന പക്ഷങ്ങളോടുകൂടി പറക്കുന്ന ഈ പദത്രികൾ, പക്ഷികൾ എന്നർത്ഥം. മാത്രമല്ല അവരെങ്ങടാ പോണത്?
ലക്ഷീകൃതവാസവൃക്ഷ മനോജവാ അമീ പത്രിണ വ്രജന്തി പശ്യ എന്നാണ് പറയണത്. അപ്പോൾ ഇവര് ലക്ഷീകൃതവാസവൃക്ഷ, ലക്ഷീകൃതം ലക്ഷ്യമാക്കിയിട്ടുള്ളത്, എന്തിനെയാണ് അവർ ലക്ഷ്യമാക്കി പറക്കുന്നത്? അവരവർ താമസിക്കുന്നതായ വൃക്ഷങ്ങൾ എവിടെയാണോ, ഏത് വൃക്ഷങ്ങളിലാണോ കൂടുള്ളത് ആ കൂട് വച്ച വൃക്ഷങ്ങളിലേക്ക്, അതാണ് വാസവൃക്ഷങ്ങൾ. വാസവൃക്ഷങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നു പോകുന്നവയും മനോജവ പതുക്കെ നല്ല നല്ല വേഗതയിലാണ്, മനസ്സെങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ വേഗതയോടുകൂടി സഞ്ചരിക്കുന്നവർ, അതിനെയാണ് മനോജവങ്ങൾ എന്ന് പറയാം. സാധാരണ പക്ഷികളെ പറ്റിയിട്ട് അങ്ങനെ മനോജവങ്ങൾ എന്ന് പറയാറില്ല. പൊതുവെ അവരിങ്ങനെ അത്ര വേഗത്തിൽ പറന്നു പോണ കൂട്ടത്തിലൊന്നുമല്ല. വളരെ വേഗത്തിൽ പോകുന്നവരെയാണ് മനോജവന്മാർ എന്ന് പറയാറുള്ളത്. സാധാരണ കേട്ടിട്ടുള്ളത് ഒരു ശ്ലോകം, ഹനുമാനെ പറ്റി വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ എന്ന് പറയുന്നതിൽ മനോജവം മാരുതതുല്യവേഗം എന്നാണ് അവിടെ ഹനുമാനെ വിശേഷിപ്പിച്ചത്. മനസ്സ് സഞ്ചരിക്കുന്നതിനോടൊപ്പം അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ, വിചാരിക്കുമ്പോഴേക്കും വിചാരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുന്നവൻ, ഏതൊരു സ്ഥലത്ത് എത്തണമെന്ന് വിചാരിക്കുന്നുവോ അവിടേക്ക് അപ്പോൾ തന്നെ എത്താൻ പറ്റുന്നവരെയാണ് സാധാരണ മനോജവം എന്ന് പറയാറുള്ളത്. സാധാരണക്കാർക്ക് ആർക്കും പറ്റാറില്ല. ഹനുമാനെ പറ്റിയിട്ടാണ് അങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഇവിടെ പക്ഷികളെ പറ്റിയിട്ട് കവി അങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ്. അവരവരുടെ കൂടുകളിലേക്ക് പോകുമ്പോൾ വേഗത കുറച്ച് കൂടും എന്നുള്ളത് കൊണ്ട് വർണ്ണിച്ചതാവാം. അങ്ങനെയുള്ള പക്ഷികൾ പദത്രിണ വ്രജന്തി, അതാ സഞ്ചരിക്കുന്നു എന്നുള്ളതിന് പറക്കുന്നു, ഡയന്തേ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതാ പറന്നു പോകുന്നു. പശ്യ ഹേ ശൗരേ പശ്യ, കൃഷ്ണ നോക്കൂ, പക്ഷികളൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് കൂടുകളിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കും പോവണ്ടേ എന്നാണ് ബലരാമൻ ചോദിക്കാൻ പോണത്. സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും അധികം നേരം നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഏട്ടൻ അനിയനെ ഉപദേശിക്കുകയാണ്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭുവഃ പരാഗേ ബഹുശോലുഢിത്വാ പ്രവിശ്യ നീടം കളവിംഗയൂഥം ധിനോത്യപത്യാനി ബുഭുക്ഷിതാനി ഗ്രാസേന ചഞ്ചൂപുടസഞ്ചിതേന. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഭുവ പരാഗേ ബഹുശോ ലുഢിത്വാ പ്രവിശ്യ നീടം കളവിംഗയൂഥം ധിനോതി അപത്യാനി ബുഭുക്ഷിതാനി ഗ്രാസേന ചഞ്ചൂപുടസഞ്ചിതേന. ഇതിൽ മൂന്നാമത്തെ വരിയിലെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ധിനോതി അപത്യാനി. അടുത്തതായിട്ട് ആരെ പറ്റിയിട്ടാണ് വർണ്ണിക്കണതെന്നാണെങ്കിൽ കളവിംഗയൂഥത്തെ പറ്റിയിട്ടാണ്. കളവിംഗം എന്ന് പറഞ്ഞാൽ ചടകപ്പക്ഷികൾ, ചടകവൃന്ദം എന്നർത്ഥം. യൂഥം എന്ന് പറഞ്ഞാൽ കൂട്ടം. ചടകപ്പക്ഷികൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മലയാളത്തിലൊക്കെ പറയണ കുരുവികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ കുരുവികൾ എന്താ ചെയ്യണത്? അവരിങ്ങനെ പറന്നു പോവാണ്. അവർ ഈ ആകാശത്ത് കൂടെ മാലമാലയായിട്ട് കാണുന്ന പക്ഷികളെ പോലെയല്ല. ഇത് നിലത്തൊക്കെ ഇരുന്ന് കൊത്തിപ്പറക്കി ഈ അടയ്ക്കാക്കുരുവികൾ ഈ താഴെ വീണ് കിടക്കുന്ന നെല്ലും അരിയും അല്ലെങ്കിൽ ധാന്യങ്ങളും ഒക്കെ അങ്ങനെ കൊത്തിപ്പറക്കി തിന്ന് നടക്കുന്ന അങ്ങനെയുള്ള പക്ഷികളാണിവ. അപ്പോൾ ഈ പക്ഷികൾ ഭൂമിയിൽ നിരന്ന്, അതായത് അങ്ങനെ മണ്ണിലിരുന്ന് പലതും തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പറന്നു പോവാണ്. കളവിംഗയൂഥം ഭുവഃ പരാഗേ ബഹുശോ ലുഢിത്വ. ഭുവഃ പരാഗേ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പൊടി, പരാഗം എന്ന് പറയുമ്പോൾ പൊടിയാണ്. അതായത് മണ്ണ് നിറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ കാട്ടിൽ. ആ പൊടിയൊക്കെ പറത്തിക്കൊണ്ട് ബഹുശോ ലുഢിത്വ, ബഹുശ പലതവണ, ലുഢിത്വ മണ്ണിലൊക്കെ കിടന്ന് ചിക്കി പരത്തി മണ്ണ് പൊക്കി പറത്തിക്കൊണ്ട് അതിലിങ്ങനെ അവർ ഇര പിടിക്കാൻ വേണ്ടിയിട്ടും വീണ് കിടക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ അതിലൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് നടന്നിട്ട് എന്നാണ് അർത്ഥം ഇതിൽ വ്യാഖ്യാനിക്കുന്നത്. ഭൂമിയുടെ ആ പൊടികളിൽ, അതാണ് ഭുവഃ പരാഗേ, ഭൂമിയിലെ പൊടിയിൽ മണ്ണ് അതായത് മണ്ണും അതുപോലെ തന്നെ പൊടികളും ഒക്കെ പറ്റിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. അതാണ് ഭുവഃ പരാഗേ ബഹുശോ ലുഢിത്വ. ലുഢിത്വ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെ അതിൽ കിടന്ന് മറിയ, അതായത് വെള്ളത്തിൽ കിടന്ന് മറിയ, ലുഢനം ചെയ്യുക അല്ലെങ്കിൽ ഉരുണ്ട് പെരണ്ട് നടക്കുക എന്നൊക്കെ നമ്മൾ പറയും.
അപ്പോൾ ആ ഒരു രീതിയിൽ മണ്ണിലൊക്കെ പുരണ്ട് നടന്നിട്ട് അതിനുശേഷം ഈ പക്ഷികൾ നീടം പ്രവിശ്യ അവയുടെ കൂട്ടിലേക്ക് ചെന്നിട്ട് മണ്ണിൽ കടന്ന് മറിഞ്ഞ് പറന്ന് നടന്നിട്ട് പലതും കൊണ്ടുവരികയാണ്. കൂട്ടിലാരുണ്ട്? പക്ഷിക്കുട്ടികളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവയ്ക്കുള്ള തീറ്റയുമായിട്ടാണ് ഈ പക്ഷികൾ പോണത്. അതാണ് ഭുവപരാഗേ ബഹുശോ ലുഢിത്വ കളവിംഗയൂഥം നീടം പ്രവിശ്യ. ഈ ചടകപ്പക്ഷികൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൂട്ടിലേക്ക്, നീടം എന്ന് പറഞ്ഞാൽ കൂടാണ്, കൂട്ടിലേക്ക് ചെന്നിട്ട് ചഞ്ചൂപുട സഞ്ചിതേന ഗ്രാസേന ബുഭുക്ഷിതാനി അപത്യാനി ധിനോതി. ചഞ്ചൂപുട സഞ്ചിതേന, ചഞ്ചൂപുടം എന്ന് പറഞ്ഞാൽ കൊക്കുകൾ, കൊക്കിൽ കരുതി വച്ചിരിക്കുന്നതായ, ചഞ്ചൂപുട സഞ്ചിതം കൊക്കിലിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ഗ്രാസേന. ഗ്രാസേന എന്ന് പറഞ്ഞാൽ പുല്ലോ പുൽച്ചാടികളോ അല്ലെങ്കിൽ തീറ്റ സാധനങ്ങൾ, കുട്ടികൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഭോജ്യവസ്തുക്കൾ, അതാണ് ഗ്രാസേന. ബുഭുക്ഷിതാനി അപത്യാനി, വിശന്നിരിക്കുന്ന കുട്ടികളെ പോറ്റുന്നു. ധിനോതി, അവയ്ക്ക് തീറ്റ കൊടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത്രയും നേരം പകൽ മുഴുവനും ഈ പൊടിയിലൊക്കെ കിടന്ന് കളിച്ച് പറന്ന് ഇറങ്ങി ഓരോന്ന് പോയി കണ്ടുപിടിച്ച് തീറ്റയൊക്കെ അവരവരുടെ വിശപ്പടക്കി പിന്നെ ബാക്കിയുള്ളതൊക്കെ പെറുക്കി കൊണ്ടുവരുന്ന ഈ പക്ഷികൾ, ചടകപ്പക്ഷികൾ തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എടുത്തിട്ട് അവരവരുടെ കുട്ടികൾ, കൂട്ടിൽ കാത്തിരിക്കുന്ന അച്ഛനമ്മമാരെ കാത്തിരിക്കുന്നതായ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. മിക്കവാറും അമ്മ പക്ഷികളാവും. അവർ കുട്ടികളെ തീറ്റിപ്പോറ്റുന്നു. അതും കാണുന്നില്ലേ എന്നാണ് കൃഷ്ണനോട് ബലരാമൻ ചോദിക്കുന്നത്. അപ്പം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കും പോവാം എന്ന് തന്നെ. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശതം ശതം വ്യോമനിബദ്ധമാല ശാത്കാരവാചാലവിലോലഭക്ഷ വ്രജന്തി ലക്ഷീകൃതവാസവൃക്ഷ മനോജവാഃ പശ്യപതത്രിണോമി. ഭുവഃ പരാഗേ ബഹുശോ ലുഢിത്വാ പ്രവിശ്യ നീടം കളവിംഗയൂഥം ധിനോത്യപത്യാനി ബുഭുക്ഷിതാനി ഗ്രാസേന ചഞ്ചൂപുടസഞ്ചിതേന. സുന്ദരമായിട്ടുള്ള ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.